ഹായ് ഓൾ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്നൊരു അടിപൊളി പ്ലേസിലേക്ക് തന്നെയാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ചർച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് ഗോഡ്ലിറ്റ്സ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ്. ജർമ്മനിയുടെ ബോർഡറിലുള്ള ഒരു സിറ്റിയാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റി തന്നെയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ പാരിഷ് ചർച്ചിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്ക് ബിൽഡിംഗ് ആണ്. അപ്പോൾ ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചർച്ചാണിത്. അപ്പോൾ നമുക്കിത് ബാക്കിൽ ആ ടോളായിട്ടുള്ള ആ ഒരു ചർച്ച് ഏരിയ കാണാൻ പറ്റും. അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ പാരിഷ് ചർച്ച് ഓഫ് സെൻറ്റ് പീറ്റർ ആൻഡ് സെൻറ്റ് പോൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ചർച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്കിലേക്ക് പോയാൽ ഇനി കുറേ ടോപ്പ് അട്രാക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു കൺസേർട്ട് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര ടോളായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചർച്ചാണ് കേട്ടോ ഇത്. നമ്മൾ ഗോഡ്ലിറ്റ്സ് എന്നൊക്കെ നെറ്റിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ടോപ്പ് അട്രാക്ഷൻസിൽ വരുന്ന ഒരു ഏരിയ ആണിത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ നമ്മൾ ഡയറക്റ്റായിട്ട് പോണത് പോളണ്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞാനിവിടെ വന്നതിൻ്റെ കാരണം തന്നെ ഇവിടുത്തെ കുറേ നല്ല ടോപ്പ് അട്രാക്ഷൻസ് കവർ ചെയ്യുക. പ്രത്യേകിച്ച് ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോളണ്ടിലേക്കും ജർമ്മനിയിലോട്ടും പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് 2 മിനിറ്റിലൊക്കെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവിടുത്തെ ഒരു ചർച്ചിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു ചർച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 1230 ഈ ഒരു ചർച്ച് ഇവിടെ ഓപ്പൺ ആവുന്നത് കേട്ടോ. അപ്പോൾ എത്ര വർഷം പഴക്കമുണ്ടെന്ന് നമുക്കറിയാം. അത്ര ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ചർച്ചാണത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും ആ ഒരു പഴമയും ആ ഒരു മോഡലും ഒക്കെ നമുക്ക് ശരിക്കും ഒരു ആർക്കിടെക്ചർ സ്റ്റൈലൊക്കെ കണ്ടാൽ ശരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു ചർച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇതുപോലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ നല്ല ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ അവിടുത്തെ ബിൽഡിങ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും പോളണ്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ജർമ്മനിയും അപ്പുറത്തെ സൈഡ് പോളണ്ടും ആണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് ഇനി പോവാം. അപ്പോൾ പതിയെ നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് താഴേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ താഴേക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. ഈ ഒരു ചർച്ചിൻ്റെ മറ്റൊരു സൈഡാണത്. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്രിഡ്ജിൻ്റെ ഏരിയയിൽ എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ ഒരു റിവർ ഉണ്ട്. അപ്പോൾ ആ ഒരു റിവറാണ് ഈ 2 കൺട്രീനെ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ സൈഡിൽ ജർമ്മനി, അപ്പുറത്തെ സൈഡിൽ പോളണ്ടിൻ്റെ ഒരു സിറ്റി, അങ്ങനെയാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതാ ഇവിടെ നല്ലൊരു കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ ആ ഒരു സിറ്റി ഏരിയയുടെ ഒരു ലോങ് വ്യൂ തന്നെ കിട്ടും. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഓൾഡ് ടൗൺ ആയതുകൊണ്ടും അതുമാത്രമല്ല ഇവിടുത്തെ ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും ഇങ്ങോട്ട് വരാനുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പല കൺട്രീസ് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ബൈ റോഡ് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഓൺ റോഡ് ഇമിഗ്രേഷൻ, ബൈ ഫ്ലൈറ്റ്, ട്രെയിനൊക്കെ പോയിട്ടുണ്ടല്ലേ. പക്ഷേ ഫസ്റ്റ് ടൈമാണ് നമ്മൾ നടന്ന ഒരു കൺട്രിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു ചർച്ചിൻ്റെ തന്നെ മറ്റൊരു എൻട്രി പോയിന്റിലാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് ഒരു ഡോറുണ്ട് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ വന്നത് ഈ ഒരു ചർച്ചിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ അവിടുത്തെ ആ ഒരു ഏരിയയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പതിയെ ബാക്ക് സൈഡിലേക്ക് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് പോകാൻ പോകുന്നത് ആ ഒരു ബ്രിഡ്ജിൻ്റെ ഏരിയയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രിഡ്ജ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോളണ്ടിലേക്ക് പോകാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റിംഗ് ആണല്ലേ. അപ്പോൾ പതിയെ നമുക്ക് നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. ഇത് ആളുകൾക്ക് നടന്ന് മാത്രം ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെഹിക്കിൾസ് ഒന്നും ക്രോസ് ചെയ്ത് പോവില്ല. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വെഹിക്കിൾസിന് മാത്രം പോകാൻ വേണ്ടിയിട്ട് മറ്റൊരു റോഡും ഉണ്ട്. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഈ ഒരു കാണുന്ന ഒരു റിവറാണ് ഈ 2 കൺട്രീനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. നെസി എന്നാണ് ഈ ഒരു റിവറിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു 2 കൺട്രീനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഇവിടെ എമിഗ്രേഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോളണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗം അല്ലാതിരുന്ന സമയത്ത് നമ്മളിവിടെ പാസ്പോർട്ടൊക്കെ കാണിച്ച് സാധാരണ നമ്മൾ എങ്ങനെയാണ് ഒരു എമിഗ്രേഷൻ ചെയ്യുക, അതുപോലെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഏകദേശം 2003 ആ ഒരു കാലഘട്ടത്തിൽ പോളണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായി മാറിയതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോളണ്ടിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ജർമ്മനിയിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു സൈഡും ചർച്ച് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചർ സ്റ്റൈലും, ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ പോളണ്ടിൻ്റെ സ്റ്റൈലിലുള്ള ബിൽഡിങ്സോ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ ബാക്ക് സൈഡിൽ കാണുന്നതാണോ നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്ത ആ ഒരു ചർച്ച് എന്ന് പറയുന്നത്. ഇവിടുത്തെ പാരിഷ് ചർച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വ്യൂ നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും.
അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് പോളണ്ടിലേക്ക് പോയി തിരിച്ച് ജർമ്മനിയിലേക്ക്. നമ്മളിപ്പോൾ ആ ഒരു റിവർ സൈഡിൻ്റെ ആ ഒരു ഏരിയയിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബ്രിഡ്ജിൻ്റെയും ചേർച്ചിൻ്റെയൊക്കെ ഒരു ലോങ് വ്യൂ കിട്ടും. അതുമാത്രമല്ല ശരിക്കും ആ ഒരു റിവറിൻ്റെയൊക്കെ നല്ലൊരു വ്യൂ തന്നെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടുത്തെ ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് പോളണ്ടിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂസാണിത്. അപ്പോൾ ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഫോറസ്റ്റ് ജേർണിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെയിൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ശരിക്കും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റീം ട്രെയിൻസ് ഇതുപോലത്തെ കുറേ കുട്ടി ട്രെയിൻസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പല റൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളത് വൈറ്റ് വാസർ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ക്രോമാലോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസിലേക്കാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ദിവസം തന്നെ 4-5 ട്രെയിൻ ട്രിപ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ടൈം നോക്കി വരികയാണെങ്കിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിൻ ട്രിപ്സ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഏകദേശം 1896 കാലഘട്ടത്തിലാണ് ഈ ഒരു ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ പോകാനുള്ള കുറച്ച് ട്രെയിൻസൊക്കെ ഇവർ കണ്ടുപിടിച്ചത്. അപ്പോൾ ശരിക്കും 4-5 കുട്ടി കമ്പാർട്ട്മെൻറ്റ്സൊക്കെ ആയിട്ട് ഒരു 50 പേർക്ക് 60 പേർക്കൊക്കെ ഒരേ സമയം യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ട്രെയിൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡ് തന്നെയായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഇങ്ങനത്തെ ഒരു ഓപ്പൺ ട്രെയിനൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മർ സീസണിൽ നല്ല രീതിയിൽ ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ കുറച്ച് ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കാറ്റും ആ ഒരു ഭംഗിയൊക്കെ ശരിക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിനിൽ ഏകദേശം ഒരു 20-25 മിനിറ്റ്സാണ് അങ്ങോട്ട് പോകാനുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ട്രെയിൻ വളരെ പതിയാണ് പോകുന്നത്, ഒരുപാട് സ്പീഡിലൊന്നല്ല പോകുന്നത്. അപ്പോൾ നമുക്ക് 2 സൈഡിലും ആ ഒരു ഫോറസ്റ്റിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കാം. പക്ഷേ നാട്ടിലുള്ള പോലത്തെ ഒറിജിനൽ ഫോറസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ഇതൊക്കെ മാൻ മെയ്ഡ് ആയിട്ടുള്ള ഫോറസ്റ്റാണ്. അപ്പോൾ ശരിക്കും പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലത്തെ കുറേ കാഴ്ചകളൊക്കെയാണ് കേട്ടോ കാണാൻ പറ്റുക. കുറേ ഇതുപോലത്തെ കുറേ മരങ്ങളും നമുക്ക് കുറേ ലേക്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ട്രെയിനിൽ കുറേ ഫാമിലീസും കുറേ കുട്ടികളൊക്കെ ആയിട്ടുള്ള കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ഏകദേശം ഒരു 6-7 കിലോമീറ്ററൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഹൈക്കിങ്ങിന് വരുന്നുണ്ട്, അതുപോലെ സൈക്ലിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ പാരലലായിട്ടൊരു റോഡുണ്ട്. അപ്പോൾ അതിലൂടെ വാക്കിംഗ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന ആൾക്കാരും സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്ക് ഏരിയ നമുക്ക് കാണാൻ പറ്റാം. അതിന് ചുറ്റിനായിട്ട് ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മെയിനായിട്ടൊരു ബ്രിഡ്ജ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു ബ്രിഡ്ജിൻ്റെ പേര് ഡെവിൾസ് ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. അപ്പോൾ അതെന്താ കാരണം എന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻഡിങ് പോയിന്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഇനി ആ ഒരു പാർക്ക് ഏരിയയിലൂടെ നമ്മൾ നടക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ പ്ലേസസ് ഉണ്ട് കാണാൻ. ഒരു പാലസ് ഏരിയ ഉണ്ട് കാണാൻ, അതുപോലെ തന്നെ ഈ ഒരു ഗാർഡൻ ഏരിയ ഉണ്ട്, പിന്നെ ഈ ഒരു ബ്രിഡ്ജുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ പോകണോ അവിടേക്കൊക്കെ നമുക്ക് നടന്ന് തന്നെ പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരെയുള്ളൂ ട്രെയിന്. അപ്പോൾ പതിയെ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലൂടെ നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ നടന്നാൽ നമുക്ക് ആ ഒരു പ്ലേസിലെത്താൻ പറ്റും. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ ഏരിയയിൽ എത്തിയിട്ടോ. റാക്കോട്സ് ബ്രിഡ്ജ് എന്നാണ് ശരിക്കും ഈ ഒരു ബ്രിഡ്ജിൻ്റെ പേര്, പക്ഷേ ഡെവിൾസ് ബ്രിഡ്ജ് എന്നാണ് ഇതിനെല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലാണുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ വ്യൂ കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ലേക്ക് ക്രോസ് ചെയ്ത് പോയിട്ട് അപ്പുറത്തെ സൈഡിലുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റിലെത്താം. അപ്പോൾ അതാ ഇവിടെ നിന്ന് നമ്മൾ പതിയെ മുന്നോട്ട് പോയി ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു അടിപൊളി വ്യൂ പോയിന്റിലെത്താം കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ നിന്നാലാണ് നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു ക്ലോസ് വ്യൂ കിട്ടാം. ഇത് ആദ്യം നാച്ചുറലി ഫോം ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതിനുശേഷം ഇതിങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് മാൻ മെയ്ഡ് ഇവർ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിലെ റിഫ്ലക്ഷനും ആ ഒരു ഭംഗിയൊക്കെയാണ് ഈ ഒരു ബ്രിഡ്ജിന് ഡെവിൾസ് ബ്രിഡ്ജ് എന്ന് പേര് വരാൻ കാരണം. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റിഫ്ലക്ഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിയാലാണ് ശരിക്കും നമുക്ക് ആ ഒരു ശരിക്കും ഒരു റാ ഷേപ്പിൽ ശരിക്കും ഒരു സർക്കിളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഏരിയ. അപ്പോൾ ഇത് മാത്രമല്ല, ജർമ്മനിയിൽ ഒരുപാട് ഇതുപോലത്തെ നല്ല പ്ലേസസ് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു, നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു കുഞ്ഞ് ലേക്ക് സൈഡ് പോലത്തെ ഒരു ഏരിയ ആണ്. അധികം ആഴമൊന്നുമില്ല, പക്ഷെ നല്ല ചെളിയൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. അത് മാത്രമല്ല ഒഴുക്കുള്ള വെള്ളമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അത്ര ഒരു ക്ലീൻ വാട്ടർ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ.
അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ക്ലോസപ്പ് വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് വരെ പോവാം. അപ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു സ്റ്റൈലും ആ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കല്ല് വെച്ച് കെട്ടിയേക്കാണ് കേട്ടോ, ഇതങ്ങനെ ആ ഒരു ഷേപ്പിൽ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണാൻ ശരിക്കും ഭംഗിയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു ക്ലോസപ്പ് വ്യൂവും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയുടെ ഒരു 360 ഡിഗ്രി വ്യൂവും കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ആ ഒരു ബ്രിഡ്ജിൻ്റെ ആ ഒരു ആക്ച്വൽ വ്യൂ പോയിന്റിലാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ബ്രിഡ്ജ് എന്നൊക്കെ തോന്നത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ചുറ്റിനും കുറേ നല്ല അടിപൊളി പാർക്ക് ഏരിയയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന പോലത്തെ ഒരു ഏരിയ പോലെ തോന്നും, പക്ഷേ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.